എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. എല്ലാം തന്നെ പ്രധാന ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. കേരളത്തിലെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറ. തിരുവനന്തപുരത്തെ ശാസ്താംപാറയിലാണ് കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത്. സർക്കാർ മേഖലയിൽ ആദ്യമായി ക്യാൻസറിന് റോബോട്ടിക് പീഡിയാട്രിക് സർജറി നടത്തിയത് RCC തിരുവനന്തപുരം. ഡോക്ടർ ഷാജി തോമസിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം RCCയിലാണ് സർക്കാർ മേഖലയിൽ ആദ്യമായി ക്യാൻസറിന് റോബോട്ടിക് പീഡിയാട്രിക് സർജറി നടത്തിയത്. സ്ത്രീകളെ നിർബന്ധിത കന്യകാത്വ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് മൗലികാവകാശ ലംഘനമാണെന്ന് ഛത്തീസ്ഗഡ് ഹൈക്കോടതി പ്രഖ്യാപിച്ചത് ഏത് അനുച്ഛേദം പ്രകാരമാണ്? 21. അനുച്ഛേദം 21. സ്ത്രീകളെ നിർബന്ധിത കന്യകാത്വ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് മൗലികാവകാശ ലംഘനമാണെന്ന് ഛത്തീസ്ഗഡ് കോടതി പ്രഖ്യാപിച്ചത് അനുച്ഛേദം 21 പ്രകാരമാണ്. ICC പുരുഷ ക്രിക്കറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് സൗരവ് ഗാംഗുലി. സൗരവ് ഗാംഗുലിയാണ് ICC പുരുഷ ക്രിക്കറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷ പാമ്പുവിഷ വാക്സിൻ ലഭ്യത ഉറപ്പാക്കാനായുള്ള പോർട്ടൽ സൂവിൻ എന്ന പോർട്ടലാണ് രാജ്യത്തെ പേവിഷബാധയ്ക്കും പാമ്പ് വിഷബാധയ്ക്കുമുള്ള വാക്സിൻ ലഭ്യത ഉറപ്പാക്കുന്നതിനായിട്ടുള്ള പോർട്ടൽ. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിനിമ ലവ് യു. കന്നഡ ഭാഷയിലുള്ള ലവ് യു എന്ന സിനിമയാണ് ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ AI സിനിമ. ഇന്ത്യയിലെ ആദ്യത്തെ ഓൺ സൈറ്റ് 3D പ്രിന്റഡ് സംരക്ഷണ സൈനിക ഘടന സ്ഥാപിതമായത് ലേയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓൺസൈറ്റ് 3D പ്രിന്റഡ് സംരക്ഷണ സൈനിക ഘടന സ്ഥാപിതമായത്. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ അവാർഡ് നേടിയത് സമർ അബു എലൂഫാണ് 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ അവാർഡ് നേടിയത്. 2025 താഷ്കന്റ് ഓപ്പൺ ചെസ് ടൂർണമെൻറ്റ് വിജയി നിഹാൽ സെരിനാണ് 2025 താഷ്കന്റ് ഓപ്പൺ ചെസ് ടൂർണമെൻറ്റ് വിജയി. കാർഷിക ഗവേഷണ വിദ്യാഭ്യാസ വകുപ്പ് DARE ഡയറിൻ്റെ സെക്രട്ടറിയായും ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ICARൻ്റെ ഡയറക്ടർ ജനറലായും നിയമിതനായത് ഡോക്ടർ മാംഗിലാൽ ജാട്ടാണ് കാർഷിക ഗവേഷണ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറിയായും ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ ഡയറക്ടർ ജനറലായും നിയമിതനായത്. 2025 സമാധാനത്തിനുള്ള ഗോൾഡ് മെർക്കുറി സമ്മാനം നേടിയത് ആരാണ്? ടെൻസിൻ ഗ്യാറ്റ്സോ ആണ് 2025 സമാധാനത്തിനുള്ള ഗോൾഡ് മെർക്കുറി സമ്മാനം നേടിയത്. കോമൺവെൽത്ത് സെക്രട്ടറി ജനറലായി ചുമതലയേറ്റത് ഷേർലി ബോച്ച്വേയാണ് കോമൺവെൽത്ത് സെക്രട്ടറി ജനറലായി ചുമതലയേറ്റത്. 2025 ആബേൽ സമ്മാനം നേടിയത് ആരാണ്? മസാക്കി കാഷിവാരയാണ് 2025 ആബേൽ സമ്മാനം നേടിയത്. ഫ്രെഡ് ഡാരിങ്ടൺ സാൻഡ് ആർട്ട് അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ സുദർശൻ പട്നായിക്കാണ് ഫ്രെഡ് ഡാരിങ്ടൺ സാൻഡ് ആർട്ട് അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ. പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും ഏകീകരിക്കാനുമായി ധനകാര്യ മന്ത്രാലയം അവതരിപ്പിക്കുന്ന പദ്ധതി വൺ സ്റ്റേറ്റ് വൺ RRB എന്ന പദ്ധതിയാണ് പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ
കാര്യക്ഷമമാക്കുന്നതിനും ഏകീകരിക്കുന്നതിനുമായി ധനകാര്യ മന്ത്രാലയം അവതരിപ്പിച്ച പദ്ധതി. ഇന്ത്യയിൽ പുതിയ ഭൂഗർഭ നേവൽ ബേസ് നിലവിൽ വരുന്നത്. ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിലെ പുതിയ ഭൂഗർഭ നേവൽ ബേസ് നിലവിൽ വരുന്നത്. ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കിയത് 2025 മാർച്ച് 26. 2025 മാർച്ച് 26 ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കിയത്. സംസ്ഥാനത്തെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേയ്ഡ് പാലം നാലുചിറപ്പാലം. ആലപ്പുഴയിലെ നാലുചിറപ്പാലമാണ് സംസ്ഥാനത്തെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേയ്ഡ് പാലം. കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായ വ്യക്തി PR ശ്രീജേഷാണ് കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായ വ്യക്തി. 2025 ഇന്ത്യയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ജാവലിൻ ത്രോ മത്സരത്തിന് നൽകിയിരിക്കുന്ന പേര് നീരജ് ചോപ്ര ക്ലാസിക് 2025. 2025 ഇന്ത്യയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ജാവലിൻ ത്രോ മത്സരത്തിന് നൽകിയിരിക്കുന്ന പേരാണ് നീരജ് ചോപ്ര ക്ലാസിക് 2025. ഇന്ത്യയുടെ സഹായത്തോടെ ഏത് രാജ്യത്ത് നിർമ്മിച്ച റെയിൽവേ പദ്ധതികളാണ് അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്? ശ്രീലങ്ക. ഇന്ത്യയുടെ സഹായത്തോടെ ശ്രീലങ്കയിൽ നിർമ്മിച്ച റെയിൽവേ പദ്ധതികളാണ് അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. IPL കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശിയാണ് IPL കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം. അടുത്തിടെ ഇന്ത്യയിൽ അത്ലറ്റ് പാസ്പോർട്ട് മാനേജ്മെൻറ്റ് യൂണിറ്റ് സ്ഥാപിതമായത് ന്യൂഡൽഹിയിലാണ് അടുത്തിടെ ഇന്ത്യയിൽ അത്ലറ്റ് പാസ്പോർട്ട് മാനേജ്മെൻറ്റ് യൂണിറ്റ് സ്ഥാപിതമായത്. PM വിശ്വകർമ്മ പദ്ധതിക്ക് ബദലായി തമിഴ്നാട് സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി കലൈഞ്ചർ കൈവിണൈ തിട്ടം എന്ന പദ്ധതിയാണ് PM വിശ്വകർമ്മ പദ്ധതിക്ക് ബദലായി തമിഴ്നാട് സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. അടുത്തിടെ ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം പുറത്തിറക്കിയ മഞ്ഞൾ ഇനം IISR സൂര്യയാണ് അടുത്തിടെ ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം പുറത്തിറക്കിയ മഞ്ഞളിൻ്റെ ഇനം. രാജ്യത്താദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ മുംബൈ ടു മന്മഥ് പഞ്ചവടി എക്സ്പ്രസ് മുംബൈ ടു മന്മഥ് പഞ്ചവടി എക്സ്പ്രസ് ആണ് രാജ്യത്താദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ. അടുത്തിടെ സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാവകാശം ഉറപ്പാക്കുന്ന പ്രമേയം അവതരിപ്പിച്ചത് തമിഴ്നാടാണ് അടുത്തിടെ സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാവകാശം ഉറപ്പാക്കുന്ന പ്രമേയം അവതരിപ്പിച്ചത്. ദത്തൻ പുനലൂരിൻ്റെ ചിത്രങ്ങളും കുറിപ്പുകളും ഉൾപ്പെടുന്ന പുസ്തകം ഇമേജ് ബുക്ക്. ദത്തൻ പുനലൂരിൻ്റെ ചിത്രങ്ങളും കുറിപ്പുകളും ഉൾപ്പെടുന്ന പുസ്തകമാണ് ഇമേജ് ബുക്ക്. UGC ചെയർമാൻ്റെ അധിക ചുമതല നൽകിയത് ആർക്കാണ്? വിനീത് ജോഷിക്കാണ് UGC ചെയർമാൻ്റെ അധിക ചുമതല നൽകിയത്. 2024-2025 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗ് ജേതാക്കൾ ഈസ്റ്റ് ബംഗാളാണ് 2024-25 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗ് ജേതാക്കൾ. 2024 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് സന്തോഷ് കുമാർ. തപോമയിയുടെ അച്ഛൻ എന്ന നോവലിന് സന്തോഷ് കുമാറിനാണ് 2024 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഉച്ചഭാഷിണി ഉപയോഗം ഒരു മതത്തിൻ്റെയും അവിഭാജ്യ ഘടകമല്ലെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി ബോംബെ ഹൈക്കോടതിയാണ് ഉച്ചഭാഷിണി ഉപയോഗം ഒരു മതത്തിൻ്റെയും അവിഭാജ്യ ഘടകമല്ലെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി. കേരള ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച 2025 ഇൻ്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവൽ നടന്നത് വർക്കല. തിരുവനന്തപുരത്തെ വർക്കലയിലായിരുന്നു കേരള ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച 2025 ഇൻ്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവൽ നടന്നത്.
സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരും പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് നൽകുന്നതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ച പദ്ധതി. ഒപ്പം എന്ന പദ്ധതിയാണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരും പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് നൽകുന്നതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ച പദ്ധതി. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള ഇന്ത്യയുടെ 100ാമത്തെ വിക്ഷേപണം ഏതാണ്? GSLV F-15 NVS-02 എന്നും അറിയപ്പെടുന്ന GSLV F-15 ആണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള ഇന്ത്യയുടെ 100ാമത്തെ വിക്ഷേപണം. റാംസർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ നഗരങ്ങൾ ഉദയ്പൂറും ഇൻഡോറും. മധ്യപ്രദേശിലെ ഇൻഡോറും രാജസ്ഥാനിലെ ഉദയ്പൂറുമാണ് റാംസർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ നഗരങ്ങൾ. എ ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് പവർ എന്ന ഓർമ്മക്കുറിപ്പുകൾ എഴുതിയത് ജസീന്ത ആർഡൻ. ന്യൂസിലാൻഡിൻ്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ജസീന്ത ആർഡനാണ് എ ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് പവർ എന്ന ഓർമ്മക്കുറിപ്പുകൾ എഴുതിയത്. നീലഗിരി താർ സെൻസസ് നടത്താൻ കേരളവുമായി പങ്കുചേരുന്ന സംസ്ഥാനം തമിഴ്നാടാണ് നീലഗിരി താർ സെൻസസ് നടത്താൻ കേരളവുമായി പങ്കുചേരുന്ന സംസ്ഥാനം. ദക്ഷിണേന്ത്യയിലെ ആദ്യ ACMO ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് ആദ്യ ACMO ട്രെയിൻ സർവീസ് നടത്തുന്നത് ചെന്നൈയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ ACMO ട്രെയിൻ സർവീസ് നടത്തുന്നത്. 2025 പൂനെ ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രിക്സ് ചെസ് ജേതാവായത് കൊനേരു ഹംപിയാണ് 2025 പൂനെ ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രിക്സ് ചെസ് ജേതാവ്. യുനെസ്കോയുടെ പിന്തുണയുള്ള ഇന്റർനാഷണൽ സെന്റർ ഓഫ് ഫിലിംസ് ഫോർ ചിൽഡ്രൻ ആൻഡ് യങ് പീപ്പിളിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിതേന്ദ്ര മിശ്രയാണ് യുനെസ്കോയുടെ പിന്തുണയുള്ള CIFEJ ഇന്റർനാഷണൽ സെന്റർ ഓഫ് ഫിലിംസ് ഫോർ ചിൽഡ്രൻ ആൻഡ് യങ് പീപ്പിളിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും ആവശ്യമായ ഉപകരണങ്ങളും മറ്റും വികസിപ്പിക്കുന്നതിന് ISROയുമായി ധാരണാപത്രം ഒപ്പുവെച്ചത് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി SCTI-MST. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും ആവശ്യമായ ഉപകരണങ്ങളും മറ്റും വികസിപ്പിക്കുന്നതിന് ISROയുമായി ധാരണാപത്രം ഒപ്പുവെച്ചത്. 2025 ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 20.32 സെക്കൻഡിൽ ഓടിയെത്തി പുരുഷന്മാരുടെ 200 മീറ്ററിൽ ദേശീയ റെക്കോർഡ് നേടിയത് അനിമേഷ് കുജൂറാണ് 2025 ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 20.32 സെക്കൻഡിൽ ഓടിയെത്തി പുരുഷന്മാരുടെ 200 മീറ്റർ ദേശീയ റെക്കോർഡ് നേടിയത്. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ചെയർമാനായി നിയമിതനായത് നിപുൺ അഗർവാളാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ചെയർമാനായി നിയമിതനായത്. അരുൺ 3 ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളിലാണ് അരുൺ 3 എന്ന ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ എൻവയോൺമെൻ്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം. നാഷണൽ എൻവയോൺമെൻ്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. AI കരിയർ ഫോർ വുമൺ സംരംഭം ആരംഭിച്ച മന്ത്രാലയം നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം MSDE. നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയമാണ് AI കരിയർ ഫോർ വുമൺ സംരംഭം ആരംഭിച്ച മന്ത്രാലയം. 2025 വേൾഡ് ബുക്ക് ക്യാപിറ്റൽ ലോക പുസ്തക തലസ്ഥാനം
റിയോ ഡി ജനീറോ. ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ് 2025 വേൾഡ് ബുക്ക് ക്യാപിറ്റൽ. കേരള സർവകലാശാലയുടെ ONV പുരസ്കാരത്തിന് അർഹനായത്? എം കെ സാനുവാണ് കേരള സർവകലാശാലയുടെ ONV പുരസ്കാരത്തിന് അർഹനായത്. ദക്ഷിണേന്ത്യയിൽ ബോക്സ് ഗർഡർ മാതൃകയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ ഒറ്റത്തൂൺ മേൽപ്പാലം സ്ഥിതി ചെയ്യുന്ന ജില്ല? കാസർഗോഡ്. ദക്ഷിണേന്ത്യയിലെ ബോക്സ് ഗർഡർ മാതൃകയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ ഒറ്റത്തൂൺ മേൽപ്പാലം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.